നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പോരിന്റെ എരുത്തിയിൽ വിജിലൻസ് IAS പോരിന് അധിക വീര്യം പകർന്ന് IAS അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടോം ജോസിന്റെ വസതികളിൽ വിജിലൻസ് റെയ്ഡ്. അനധികൃത സ്വത്ത് കേസിലെ നടപടി ജേക്കബ് തോമസിനെതിരെ ടോം ജോസിന്റെ നേതൃത്വത്തിൽ IAS ഉന്നതർ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയതിനു പിന്നാലെ തൊഴിൽ വകുപ്പ് സെക്രട്ടറിയായ ടോം ജോസിന്റെ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും ഫ്ളാറ്റുകളിൽ വിജിലൻസ് സംഘം പരിശോധന തുടങ്ങിയത് രാവിലെ 6-ന്. ദീർഘകാലമായി ടോം ജോസിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ പങ്കാളിയായ സുഹൃത്ത് അനിത ജോസിനെ കുറിച്ചും അന്വേഷണം. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ ടോം ജോസിനെതിരെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ FIR സമർപ്പിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം. 2011-ൽ ടോം ജോസ് മഹാരാഷ്ട്രയിൽ വാങ്ങിയ തോട്ടവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് പിന്നിലും ദുരൂഹതയെന്ന് വിജിലൻസ്. തത്തയുടെ വെല്ലുവിളി. ധനകാര്യ വകുപ്പ് സെക്രട്ടറി KM എബ്രഹാമിന്റെ വസതിയിലെ റെയ്ഡിൽ വിവാദം കനക്കുന്നതിനിടെ IAS സംഘടനാ പ്രസിഡന്റിന്റെ വസതിയിലും റെയ്ഡ് നടത്തിയ വിജിലൻസ് നടപടിയിലൂടെ ജേക്കബ് തോമസ് നൽകുന്നത് വ്യക്തമായ സന്ദേശം. അഴിമതി കേസുകളിൽ പിന്നോട്ടില്ലെന്ന നിലപാടിൽ ജേക്കബ് തോമസിന് തുണയാകുന്നത് സർക്കാരിന്റെ ഉറച്ച പിന്തുണയെന്നും വ്യക്തം. മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ KM എബ്രഹാമിന്റെ വീട്ടിലെ വിജിലൻസ് റെയ്ഡിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോഴാണ് എരുത്തിയിൽ എണ്ണയൊഴിച്ച് ജേക്കബ് തോമസിന്റെ അടുത്ത ചുവട്. തന്നെ നിയന്ത്രിക്കണമെന്ന IASകാരുടെ ആവശ്യത്തിന് നേരെയുള്ള ജേക്കബ് തോമസിന്റെ വെല്ലുവിളിയാണ് ടോം ജോസിന്റെ വസതികളിലെ റെയ്ഡെന്ന് വിലയിരുത്തൽ. അതേസമയം ജേക്കബ് തോമസിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് ടോം ജോസിന്റെ പ്രതികരണം. വിജിലൻസ് നടത്തുന്നത് ജനമധ്യത്തിൽ തന്നെ അപമാനിക്കാനുള്ള ശ്രമമെന്നും തനിക്കെതിരായ പരാതികൾ സർക്കാർ നേരത്തെ തീർപ്പാക്കിയതാണെന്നും വിശദീകരണം. തെരുവിൽ തീരാത്ത വിവാദം. തെരുവുനായ പ്രശ്നത്തിൽ കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധിക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ്. പട്ടിസ്നേഹം കൊണ്ട് അന്ധയായ നേതാവാണ് മേനക. തെരുവുനായ്ക്കളെ കൊല്ലുന്നവർക്കെതിരെ കാപ്പ ചുമത്തണമെന്ന മേനകയുടെ പ്രസ്താവന പിൻവലിക്കണമെന്നും രമേശ് ചെന്നിത്തല. പ്രശ്നപരിഹാരത്തിന് പ്രധാനമന്ത്രിയെ കണ്ട് ചർച്ച നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം. മേനകയുടെ നടപടി രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിനെതിരെന്ന് മന്ത്രി KT ജലീൽ. പടരുന്ന കാലുഷ്യം. ഇന്ത്യ പാക് നയതന്ത്ര പ്രതിസന്ധി മൂർച്ഛിക്കവേ അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം. നിയന്ത്രണ രേഖയ്ക്ക് സമീപം വിവിധ സെക്ടറുകളിൽ രാത്രി വൈകിയും പാക് സേനയുടെ ശക്തമായ വെടിവയ്പും ഷെല്ലാക്രമണവും. നൌഷേര, പുൽവാമ, രജൌരി മേഖലകളിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. പാക് സൈനിക ധിക്കാരം. ഡൽഹിയിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥൻ ചാരവൃത്തിക്ക് പിടിയിലായതിനു പിന്നാലെ അതിർത്തിയിൽ പാക് സൈന്യത്തിനൊപ്പം ഭീകരരും ആക്രമണത്തിൽ പങ്കെടുക്കുന്നതായ റിപ്പോർട്ട്. സാംബ, അർണിയ, RS-പുര, അഖ്നൂർ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. പാകിസ്ഥാനെതിരെ തിരിച്ചടി ശക്തമാക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. ജനവാസ മേഖലകളിലേക്കും ആക്രമണം വ്യാപിക്കാമെന്നതിനാൽ രാജ്യത്ത് കനത്ത സുരക്ഷാ സന്നാഹം. പാക് നടപടിയിൽ ആശങ്ക അറിയിച്ച് അമേരിക്ക. ഇന്നത്തെ സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2810 രൂപ, പവൻ 22,480 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.